കേസിൽ അറസ്റ്റിലായ മകൻ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്ന് പോലീസ്. ജോസിനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പ്രജിൻ കാര്യങ്ങൾ തുറന്നു പറയുന്നില്ലെന്ന് പോലീസ് പറയുകയാണ്. സ്വഭാവത്തിലാണ് കൊലപാതകം നടത്തിയത്. പണം ചോദിച്ചിട്ട് നൽകാത്തതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. അതേസമയം പ്രജിന് നാടുമായി വലിയ ബന്ധം ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് നാട്ടുകാർ. ഓസ്ട്രേലിയയിലാണ് പഠിച്ചതെന്നാണ് അറിവ്. മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പയ്യൻ മുന്നേ വേറെ ആരുമായിട്ടും ബന്ധമുള്ളതായിട്ടും അറിയില്ല. ഇവിടെ ഞങ്ങൾ കടയിൽ സാധനം വാങ്ങിക്കാൻ വരുമ്പോൾ കാണുമെന്നുള്ളതേ ഉള്ളൂ. കുടുംബമായിട്ട് നല്ല ബന്ധം തന്നെ. പക്ഷേ പയ്യനുമായിട്ട് വേറെ കാര്യങ്ങളൊന്നും അറിയില്ല. അവൻ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് എങ്ങോട്ടും ചേട്ടാ പോകുന്നത് എടുക്കുന്ന വണ്ടിയിലൊക്കെ പോകുന്നത് കാണുന്നതേ ഉള്ളൂ. പയ്യൻ വേറെ കുഴപ്പക്കാരനൊന്നുമില്ല. നല്ല ഇവിടെ വന്ന് വേറെ ബന്ധങ്ങളോ കൂട്ടുകെട്ടോ ഒന്നുമില്ല. ഓസ്ട്രേലിയയാണ് പഠിച്ചതും. പിന്നെ എന്തോ ഒരു പേപ്പർ എന്തോ കിട്ടിയില്ല എന്ന് പറഞ്ഞു ഡോക്ടറേറ്റിന് പഠിച്ചപ്പോഴും. അപ്പം ഇവിടെ വരും, അവൻ ജിമ്മിൽ പോവും, വീട്ടിൽ വരും. ഇത്രയും നാട്ടുകാരായിട്ടൊന്നും വലിയ ബന്ധമുണ്ടായിരുന്നു? ഒരു ബന്ധവുമില്ല. വേറെ ഒരു ദുർശീലം ഒന്നും നമ്മൾ അറിവില്ല. അത് ഫാമിലി അങ്ങനെ തന്നെ, അതിൻ്റെ അച്ഛനും എല്ലാം. AV ജയശങ്കർ വെള്ളറയിൽ. ജയശങ്കർ അച്ഛനെ വെട്ടിക്കൊന്ന മകൻ വിദ്യാഭ്യാസത്തിൽ പിന്നോട്ടൊന്നുമല്ല, MBBS പഠിച്ചു എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. ജയശങ്കർ, എന്തുകൊണ്ടാണ് ഇയാൾ ഈ കേസന്വേഷണവുമായി സഹകരിക്കാത്തത്? ഏതെങ്കിലും തരത്തിലുള്ള കുറ്റബോധത്തിന്റെ ലാഞ്ചന ഈ പ്രജിനുണ്ടോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയാൻ പറ്റിയ വാർത്തയല്ല, എന്നാലും ഗുഡ് മോർണിംഗ് ജയശങ്കർ. അശ്മി, എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലാണ് ഇന്നലെ രാത്രിയോടുകൂടി ആ ദാരുണമായ സംഭവം നടക്കുന്നത്. ആ മകൻ അച്ഛനുമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നത് സാമ്പത്തികത്തിന്റെ പേരിൽ തന്നെയായിരുന്നു ആ തർക്കം. ഇന്നലെ 9 മണിയോടുകൂടി പ്രജിൻ വീട്ടിലെത്തുകയും അച്ഛനെ അടുക്കളയിൽ വെച്ച് വെട്ടുകത്തി ഉപയോഗിച്ച് കഴുത്തിനും തലയ്ക്കും ഒക്കെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. എന്തായാലും പിന്നാലെ മകൻ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയെന്നൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ ഈ വീടിന് മുന്നിൽ നാട്ടുകാരുണ്ട്, കുറച്ച് പോലീസുകാരുണ്ട്. എന്തായാലും നിലവിൽ പ്രജിൻ പോലീസ് കസ്റ്റഡിയിലാണ്. ഇയാളെ ഇന്നലെ രാത്രിയൊക്കെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ഈ ചോദ്യം ചെയ്യലിനോടൊന്നും സഹകരിക്കാത്തൊരു നിലപാടാണ് ഇയാൾ സ്വീകരിച്ചിരുന്നത്. കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഇയാൾ കസ്റ്റഡിയിലാകുന്ന ഒരു ഘട്ടത്തിൽ ഇയാൾ ലഹരികൾ ഉപയോഗിച്ചില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന കാര്യം പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. കാരണം മുൻപ് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളായി അത്തരം ലഹരിയൊന്നും ഉപയോഗിക്കുന്നില്ല എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. എന്തായാലും പോലീസ് ഇതെല്ലാം തന്നെ രേഖപ്പെടുത്തി വെക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ കാണാം. അത്യാവശ്യം ബിസിനസ്സും സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയുള്ളൊരു കുടുംബമാണ് ഇദ്ദേഹം. നാട്ടുകാരൊക്കെ പറയുന്നതനുസരിച്ച് ഇദ്ദേഹം ഈ പ്രജിൻ ഓസ്ട്രേലിയയിൽ MBBS വിദ്യാർത്ഥിയായിരുന്നു. കോവിഡ് സമയത്ത് പഠനം ഉപേക്ഷിച്ച് നാട്ടിലെത്തി. പിന്നീട് ഈ വീട്ടിലെ മുറിയിലൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകുന്ന രാത്രി അച്ഛനെ വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കിടന്നു. എന്തായാലും വീട്ടിൽ നിലവിൽ പോലീസുണ്ട്. ഇപ്പോൾ നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരുടെ എല്ലാം തന്നെ ഒരു പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്. കാരണം ഈ നാടുമായിട്ട് വലിയൊരു ബന്ധമുണ്ടായിരുന്ന കുടുംബമല്ല, ഇല്ലെങ്കിൽ ഈ മകന് വലിയ ബന്ധം ഉണ്ടായിരുന്നില്ല, അദ്ദേഹം ഇവിടെ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഇത്തരം കാര്യങ്ങൾ കൂടുതലായി അറിയില്ല. പക്ഷേ എങ്കിലും അവരോട് നമുക്ക് ചോദിക്കാനുണ്ട്. ഈ ബ്ലോക്ക് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരോട് ചോദിച്ചാൽ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് വിചാരിക്കുന്നു. ചേട്ടാ, ഈ കുടുംബമായിട്ട് എങ്ങനെയാ ബന്ധമുണ്ടോ? ഞാൻ കുടുംബ ബന്ധു അല്ലേ. ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത്? ഇന്നലെ 9:45 എനിക്ക് ഫോൺ വരുന്നത്. എൻ്റെ ഒരു ജ്യേഷ്ഠൻ ഇവിടെ താമസിപ്പുണ്ട്, അങ്ങനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ആൾക്കൂട്ടവും പോലീസും അകത്ത് കയറി നോക്കിയപ്പോൾ പ്രജിൻ എങ്ങനെയാ, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു? ഞങ്ങളുടെ കുടുംബത്തിൽ അവൻ വളരെ സൈലൻ്റ് ആയിരുന്നു. വളരെ ഞങ്ങളുടെ ഫംഗ്ഷനൊക്കെ വന്ന് കുടുംബത്തിലാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 27-ാം തീയതി ഒരു കല്യാണം നടന്നു കുടുംബത്തിൽ. ആ കല്യാണത്തിനും ഉണ്ടായിരുന്നു. MBBS പഠനം പൂർത്തിയാക്കിയാണോ വന്നത്? MBBS പഠനം പൂർത്തിയാക്കി. പക്ഷേ ഈ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അത് കാരണം അതൊരു ഏജൻസിയാണ്. അത് കാര്യം ഈ മരണപ്പെട്ട ജോസറിന് അച്ഛനുമായി എന്തെങ്കിലും സാമ്പത്തിക തർക്കങ്ങളോ പ്രശ്നങ്ങളോ എന്തെങ്കിലും നിലനിന്നിരുന്നു? അത് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ അവസാനം ഇന്ന് അല്ലെ ഈ പ്രവീണിൻ്റെ അമ്മ പറഞ്ഞത് ഈ രൂപ പലപ്പോഴും ചോദിക്കുന്ന സമയത്തിന് കൊടുത്തില്ല എങ്കിൽ വയലൻ്റ് ആകും. അങ്ങനെ ഈ ലഹരി ഉപയോഗിച്ചു അത് ഇല്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവാണ്, ജോസിന്റെ ഒരു ബന്ധുവാണ് പ്രതികരിച്ചത്. അതായത് മകൻ അച്ഛനുമായി ചില സാമ്പത്തിക തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണം ചോദിച്ച് നൽകിയില്ലെങ്കിൽ വലിയ തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു. എന്തായാലും പോലീസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ തുടരുകയാണ്. ഇന്ന് പ്രജിന്റെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. ഒപ്പം തന്നെ ഈ അമ്മ ഈ സംഭവങ്ങളെല്ലാം കണ്ട് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും വളരെ കേരളത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഈ കോഴിക്കോട് മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് ലഹരിയുടെ പുറത്തായിരുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കൃത്യം നടത്തുന്ന
സമയത്ത് ഈ പ്രതി ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പോലീസ് ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ആശ്മി. ഓക്കെ, ജയശങ്കർ ആണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അബ്ദുൽ അസീസ്, ആഷ്മി